everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 75th lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing a problem on refund of tax. And in this lecture, we are going to discuss another problem on refund of tax. നമുക്ക് question നോക്കാം. From the following information, compute the amount of interest payable by the department under section 244A if any. തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്നും സെക്ഷൻ 244A പ്രകാരം ഡിപ്പാർട്ട്മെൻറ്റ് പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെ ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടാക്സ് പെയ്ഡ് ബൈ വേ ഓഫ് അഡ്വാൻസ് ടാക്സ് ആൻഡ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ബിഫോർ 31/3/2020 rupees 3 lakhs. അതായത് 31/3/2020 മുൻപായി അഡ്വാൻസ് ടാക്സ് ആയിട്ട് പേ ചെയ്തതും TDS ആയിട്ട് ഡിഡക്റ്റ് ചെയ്തതുമായ ടാക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 3 lakhs rupees ആണ്. സെക്കൻഡ് വൺ ഇസ് ടാക്സ് ഡ്യൂ ആസ് പെർ അസസ്മെൻറ്റ് അണ്ടർ സെക്ഷൻ 143 സബ്സെക്ഷൻ 1. സെക്ഷൻ 143 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള അസസ്മെൻറ്റ് അനുസരിച്ച് ഡ്യൂ ആയ ടാക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2,80,000 rupees ആണ്. ആൻഡ് തേർഡ് വൺ ഇസ് ഡേറ്റ് ഓഫ് ആക്ച്വൽ റീഫണ്ട് ഗ്രാൻറ്റഡ്. ആക്ച്വൽ റീഫണ്ട് ഗ്രാൻറ്റ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 10/10/2020 ആണ്. നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻസ് ടാക്സ് ആയിട്ടും ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആയിട്ടും പേ ചെയ്ത ടാക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 3 lakhs rupees ആണ്. ആറ്റ് സെക്ഷൻ 143 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള അസസ്മെൻറ്റിൽ ഡ്യൂ ആയ ടാക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2,80,000 rupees ആണ്. അതായത് സെക്ഷൻ 143 സബ്സെക്ഷൻ 1 പ്രകാരം ഡ്യൂ ആയ ടാക്സിൻ്റെ എമൗണ്ടിനേക്കാളും കൂടുതലാണ് അഡ്വാൻസ് ടാക്സായും TDS ആയും പേ ചെയ്തിരിക്കുന്നത്. സോ ആ എക്സസ് പേ ചെയ്ത ടാക്സ് റീഫണ്ട് ചെയ്യണം. ഇവിടെ 3 lakhs rupees ആണ് ടാക്സ് ആയിട്ട് പേ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡ്യൂ ആയത് 2,80,000 rupees. സോ 20,000 rupees ആണ് എക്സസ് പേ ചെയ്തിരിക്കുന്നത്. ഈ 20,000 rupees ആണ് റീഫണ്ട് ചെയ്യേണ്ടത്. റീഫണ്ട് ഡ്യൂ ടു ദ അസസ്സി ₹3 lakhs മൈനസ് ₹2,80,000 ആൻഡ് ദ എമൗണ്ട് ഓഫ് റീഫണ്ട് ഇസ് ഈക്വൽ ടു 20,000 rupees. ഈ റീഫണ്ടിൻ്റെ കേസിൽ സെക്ഷൻ 244A പ്രകാരം ഇൻട്രസ്റ്റ് പേയബിൾ ആകുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സെക്ഷൻ 244A പ്രകാരമുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ട് ആണ്. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് ടാക്സിൻ്റെ എക്സസ് പേയ്മെൻറ്റ് സെക്ഷൻ 143 സബ്സെക്ഷൻ 1 പ്രകാരമോ അല്ലെങ്കിൽ റെഗുലർ അസസ്മെൻറ്റ് പ്രകാരമോ ഡിറ്റർമൈൻ ചെയ്ത ടാക്സിൻ്റെ 10%-നേക്കാളും കുറവാണ് എങ്കിൽ ഇൻട്രസ്റ്റ് പേയബിൾ അല്ല. ഇവിടെ സെക്ഷൻ 143 സബ്സെക്ഷൻ 1 പ്രകാരം ഡ്യൂ ആയ ടാക്സ് എന്ന് പറയുന്നത് 2,80,000 rupees ആണ്. സോ 2,80,000 rupeesൻ്റെ 10%-നേക്കാളും കുറവാണ് എക്സസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് പേയബിൾ അല്ല. ഇവിടെ എക്സസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 20,000 rupees ആണ്. ആൻഡ് 2,80,000 rupeesൻ്റെ 10% എന്ന് പറയുന്നത് 28,000 rupees ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് സെക്ഷൻ 143 സബ്സെക്ഷൻ 1 പ്രകാരം ഡ്യൂ ആയ ടാക്സിൻ്റെ 10%-നേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻട്രസ്റ്റ് പേയബിൾ അല്ല. എക്സസ് പേയ്മെൻറ്റ് ഇസ് ലെസ് ദാൻ 10% ഓഫ് ദ ടാക്സ് ഡിറ്റർമൈൻഡ് അണ്ടർ സെക്ഷൻ 143 സബ്സെക്ഷൻ 1. ഹെൻസ് നോ ഇൻട്രസ്റ്റ് ഇസ് പേയബിൾ. We will discuss another problem on refund of tax in the next lecture. Thank you.